ഹായ് മക്കളെ, നമുക്കിന്ന് ഹൈപ്പർ കോൺജുഗേഷന്റെയും അതേപോലെ റെസൊണൻസിന്റെയും അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ആദ്യം എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാ പറയാൻ പറ്റും? കാർബൺ റാഡിക്കലിന്റെ, കാർബോകാറ്റയോന്റെ, ആൽക്കീൻസിന്റെ ഈ മൂന്നാളുടെ സ്റ്റെബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാർബോകാറ്റോൺ ടെർഷറി കാർബോകാറ്റോൺ സെക്കൻഡറിയേക്കാളും സ്റ്റേബിൾ ആവാൻ കാരണം എന്താ? ഫോർ എക്സാമ്പിൾ ടെർഷറി കാർബോകാറ്റോൺ ഞാൻ എഴുതുന്ന സമയത്ത് ഇതാണ് ടെർഷറി കാർബോകാറ്റോൺ അല്ലെ, ഇതാണ് നമ്മുടെ ടെർഷറി കാർബോകാറ്റോൺ. സെക്കൻഡറി കാർബോകാറ്റോൺ ആരാ? ഇതാണ് നമ്മുടെ സെക്കൻഡറി കാർബോകാറ്റോൺ അല്ലെ. ഓക്കെ, എന്തുകൊണ്ടാണ് ടെർഷറി സെക്കൻഡറിയേക്കാളും സ്റ്റേബിൾ ആവാൻ കാരണം? ഹൈപ്പർ കോൺജുഗേഷൻ പഠിച്ച കുട്ടി പറയും, ഈ ഒരു കാർബോകാറ്റോണിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും 3, ഇവിടെയും 3, അതായത് 9 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് 3 ആൽഫ ടോട്ടൽ 6 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആൽഫ ഹൈഡ്രജൻ കൂടുതലുള്ള കാർബോകാറ്റോൺ പൊതുവെ ആൽഫ ഹൈഡ്രജൻ കുറവുള്ള കാർബോകാറ്റോണേക്കാളും സ്റ്റേബിളാണ്. എന്തുകൊണ്ട്? അതാണ് ആ ഹൈപ്പർ കോൺജുഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ഞാൻ ഹൈപ്പർ കോൺജുഗേഷൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതാണ്, നോക്കിക്കേ, ഇതാണ് CH3 CH2+ എന്നുള്ളൊരു കാർബോകാറ്റോൺ. അത് നമുക്കറിയാം. കാർബോകാറ്റോൺ എന്ന് പറയുമ്പോൾ ഒരു വാക്കന്റ് ഓർബിറ്റൽ ഉണ്ടാവും അല്ലെ. കാർബോകാറ്റോൺ sp2 ആണ് ഹൈബ്രിഡൈസ്ഡ്. അപ്പൊ അവിടെ ഒരു പീക്ക് ഹൈബ്രിഡൈസേഷൻ നടന്നിട്ടില്ല, അയാൾ പിന്നെ എന്തുവാണ്? ഇവിടെ വാക്കന്റും ആണ്. അപ്പൊ ആ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള വാക്കന്റ് ആയ പി ഓർബിറ്റൽ അത്. എടാ, ഒരു കാർബോകാറ്റോൺ ഒരു പോസിറ്റീവ് ചാർജ് എപ്പോഴാണ് സ്റ്റേബിൾ ആവുക? പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയ ഒരാളെപ്പോഴാണ് സ്റ്റേബിൾ ആവുക? അങ്ങോട്ട് ഇലക്ട്രോൺ കിട്ടുമ്പോഴാണ് സ്റ്റേബിൾ ആവുക. അതായത് പോസിറ്റീവ് ചാർജ് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കുറയണം. ചാർജ് ഡെൻസിറ്റി അല്ലെ, പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കുറയുമ്പോഴാണ് സ്റ്റെബിലിറ്റി കൂടുക. പോസിറ്റീവ് ചാർജ് കുറയാൻ മീൻസ് അങ്ങോട്ട് ആര് വന്നാൽ മതി? നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ വന്നാൽ മതി. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയ ആൾ സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇലക്ട്രോൺ വന്നാൽ മതി. സൂക്ഷിച്ചോളൂ, ഈ ഒരു കാർബോകാറ്റോണിന്റെ അടുത്ത് തൊട്ടടുത്തുള്ള കാർബണിന്റെ ഈ ബോണ്ട് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേര് സിഗ്മ ബോണ്ട്. അത് അല്ലെ, ഈ സിഗ്മ ബോണ്ടിൽ എന്തുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. ഈ സിഗ്മ ബോണ്ടിന്റെ ഡീലോക്കലൈസേഷൻ എങ്ങോട്ട്? വേക്കന്റ് ആയ പ്യൂർ കാർബോകാറ്റോണിന്റെ വേക്കന്റ് പി ഓർബിറ്റലിലോട്ട്. ഇതിനെ പറയുന്ന പേരാ ഹൈപ്പർ കോൺജുഗേഷൻ. കാർബോകാറ്റോൺ ഹൈപ്പർ കോൺജുഗേഷൻ ഇത്രയേ ഉള്ളൂ. കാർബോകാറ്റോണിന്റെ വേക്കന്റ് പി ഓർബിറ്റലിലോട്ട് അതിന്റെ തൊട്ടടുത്തുള്ള ഈ കാർബണിന്റെ സിഗ്മ ബോണ്ട്, CH എന്നുള്ള സിഗ്മ ബോണ്ട് ഉണ്ടല്ലോ, ആ സിഗ്മ ബോണ്ട് ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ പറയുന്ന പേരാ ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പൊ ഈ ഒരു പോസിറ്റീവ് ചാർജിന് ഈ ബോണ്ട് പൊട്ടിയിട്ട് ഈ ബോണ്ടിൽ 2 ഇലക്ട്രോൺ അവൈലബിൾ ആവുന്നുണ്ട്. പോസിറ്റീവ് ചാർജിന് ഇലക്ട്രോൺ കിട്ടിയെന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കുറഞ്ഞു, സ്റ്റെബിലിറ്റി കൂടി. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിന് സ്റ്റേബിൾ ആവാൻ എത്ര ചാൻസ് ആ നോക്കിക്കേ. ഒന്നില്ലെങ്കിൽ ഈ CH ബോണ്ട് പൊട്ടിയിട്ട് ഇവിടുത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡീലോക്കലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ CH ബോണ്ട് പൊട്ടാം, അല്ലെങ്കിൽ ഈ CH ബോണ്ട് പൊട്ടിയിട്ട് അവിടുത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡീലോക്കലൈസേഷൻ നടത്തി വരാം. അതുകൊണ്ട് ഈ കാർബോകാറ്റോൺ ഇലക്ട്രോൺ കിട്ടാൻ 3 ചാൻസുകളാണ്. അതായത് സ്റ്റേബിൾ ആക്കാൻ 3 ചാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ സ്റ്റേബിൾ ആവാനുള്ള 3 ചാൻസിനെ പറയുന്ന പേരാ 3 ആൽഫ എച്ച്. ഇത് പ്രൈമറിയാ. അതേപോലെ ടെർഷറി ആകുമ്പോഴോ ഇവിടെയും 3 ആൽഫ എച്ച്, ഇവിടെയും 3, ഇവിടെയും 3, 9 ആൽഫ എച്ച്. സ്റ്റേബിൾ ആവാൻ 9 ചാൻസാ. ഇവിടെയോ 3 3 6, സ്റ്റേബിൾ ആവാൻ 6 ചാൻസേ ഉള്ളൂ. അപ്പൊ ഏറ്റവും നല്ല സ്റ്റേബിൾ ആരായിരിക്കും? സ്റ്റേബിൾ ആവാൻ 9 ചാൻസ് ഉള്ള ഈ സിസ്റ്റം. അതായത് ആൽഫ എച്ച് കൂടുതലുള്ള കാർബോകാറ്റോൺ മോർ സ്റ്റേബിളാ. ആൽഫ എച്ച് കൂടുതലുള്ള കാർബൺ റാഡിക്കലും ഇതേപോലെ തന്നെ മോർ സ്റ്റേബിളാ. ആൽഫ എച്ച് കൂടുതലുള്ള ആൽക്കീനും എന്താണ്? മോർ സ്റ്റേബിളാ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഹൈപ്പർ കോൺജുഗേഷന്റെ ഒരു കാർബോകാറ്റോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബേസിക് ഡെഫിനിഷൻ. ഇനി നമുക്കൊരു ചോദ്യം ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതാണ് ചോദ്യം എന്ന് വിചാരിച്ചു. ഈ റിയാക്ഷന്റെ പേര് ഞാൻ പറയണ്ടല്ലോ. നിങ്ങളുടെ കയ്യിൽ sp3 കാർബണും അതിന്റെ അടുത്ത് ഹൈഡ്രജനും ഉണ്ട് എന്ന് വിചാരിക്കും. ഇതൊക്കെ sp3 കാർബൺ, അതിന്റെ അടുത്തൊക്കെ ഹൈഡ്രജനും ഉണ്ട്. അങ്ങോട്ട് നിങ്ങൾ ഹാലജൻ ഗ്രൂപ്പിന് ആഡ് ചെയ്തു, ഇൻ പ്രസൻസ് ഓഫ് ആര്? ലൈറ്റും ഉണ്ട്. അങ്ങനെയാണ് റിയാക്ഷൻ ഒറ്റ പേരേ ഉള്ളൂ. എന്താ ഒറ്റ പേര് പറ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പം ഇയാൾക്ക് കുറെ ഓപ്ഷൻ ഉണ്ട്. ഇവിടുത്തെ എച്ച് റാഡിക്കൽ പോയിട്ട് ഇങ്ങോട്ട് ബ്രോമിൻ വരാം, ഇവിടുത്തെ എച്ച് റാഡിക്കൽ പോയിട്ട് ബ്രോമിൻ ഇങ്ങോട്ട് വരാം, ഇവിടുത്തെ എച്ച് റാഡിക്കൽ പോയി ബ്രോമിൻ വരാം, ഇവിടുത്തെ എച്ച് റാഡിക്കൽ പോയിട്ട് ബ്രോമിൻ വരാം, ഇവിടുത്തെ എച്ച് റാഡിക്കൽ പോയിട്ട് ഇങ്ങോട്ടൊക്കെ ബ്രോമിൻ വരാം. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ട എന്താ? ഈ റിയാക്ഷന്റെ ഇന്റർമീഡിയറ്റ് ആരാ? കാർബൺ ഫ്രീ റാഡിക്കലാ. അപ്പൊ ഏറ്റവും നല്ല കാർബൺ ഫ്രീ റാഡിക്കൽ തരുന്ന ഏറ്റവും നല്ല സ്റ്റേബിൾ കാർബൺ റാഡിക്കൽ കിട്ടും ഇന്റർമീഡിയറ്റ് ആയിട്ട്. അപ്പൊ കാർബൺ റാഡിക്കൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കാർബണിന്റെ അടുത്തുള്ള എച്ച് റാഡിക്കൽ അവിടുന്ന് പോകണം അല്ലെ. എച്ച് റാഡിക്കൽ പോയി ബ്രോമിൻ റാഡിക്കൽ വരില്ലേ. അപ്പൊ ഡൗട്ട് എന്താന്ന് വെച്ചാൽ എവിടുത്തെ എച്ച് റാഡിക്കൽ പോയിട്ടാണ് ബ്രോമിൻ റാഡിക്കൽ വരിക എന്നാ ചോദ്യം. അപ്പം
ഏത് എച്ച് റാഡിക്കൽ പോയിട്ടാണോ ഏറ്റവും നല്ല സ്റ്റേബിൾ കാർബൺ റാഡിക്കൽ കിട്ടുന്നത് അവിടുത്തെ എച്ച് റാഡിക്കൽ പോകും. ഇവിടുന്ന് പോയാൽ പ്രൈമറിയാ, ഇത് സെക്കൻഡറിയാ, ഇതും സെക്കൻഡറിയാ, ഇത് ടേർഷറിയാ, ഇത് പ്രൈമറിയാ. ഇവിടുന്ന് പോയാലും ടേർഷറിയാ. അതായത് ഇവിടെ റാഡിക്കൽ വന്നാൽ ടേർഷറിയാ, ഇവിടെ റാഡിക്കൽ വന്നാലും ടേർഷറിയാ. ടേർഷറി റാഡിക്കലാണ് മോർ സ്റ്റേബിൾ. അപ്പൊ ഇവിടെ എച്ച് ഉണ്ട് ആക്ച്വലി. കാരണം നോക്കിക്കേ 1 2 3 3 ബോണ്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് നാലാമനായിട്ട് ഇവിടെ എച്ച് ഉണ്ട്. ഇവിടെ അങ്ങനെ തന്നെ 1 2 3 നാലാമനായിട്ട് ഇവിടെ എച്ച് ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ എച്ച് റാഡിക്കൽ പോയാൽ ഇവിടെ റാഡിക്കൽ വരും, ഇവിടുത്തെ എച്ച് റാഡിക്കൽ പോയാൽ ഇവിടെ റാഡിക്കൽ വരും. രണ്ടും ടേർഷറിയാ. അതിലാരാ മോർ സ്റ്റേബിൾ എങ്ങനെ നോക്കുക? നിങ്ങൾ രണ്ട് ടേർഷറി റാഡിക്കൽ നോക്കിയിട്ട് ആർക്കാണോ ആൽഫ എച്ച് കൂടുതൽ ഉള്ളത് അയാളാണ് മോർ സ്റ്റേബിൾ എന്ന് പഠിക്കുക. നോക്കിക്കേ, ഇവിടെ റാഡിക്കൽ, ഇവിടുത്തെ എച്ച് പോയിട്ട് ഹോമോലിറ്റിക് ക്ലീവേജ് നടന്നിട്ട് ഇവിടെ റാഡിക്കൽ വന്നാൽ അതിന് തൊട്ടടുത്ത് ഇതാരാ? ഇത് CH3 ആണ്. ഇതാരാ? CH2 ആണ്. ഇതാരാ? CH ആണ്. അല്ലേ? ഇവിടെ റാഡിക്കൽ വന്നാൽ അതിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ആരൊക്കെയാടാ? ഇയാളും ഇയാളും ഇയാളും. ഇതാരാ? ഇത് CH3 ആ. അപ്പൊ 3 ആൽഫ എച്ച് ആയി. ഇത് CH2 ആ. അപ്പൊ 2 ആൽഫ എച്ച് ആയി. ഇത് വെറും CH, കാരണം 3 ബോണ്ട് ഉണ്ടാക്കില്ല, അതുകൊണ്ട് ഒരു എച്ച് ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് CH. അപ്പൊ 1 ആൽഫ എച്ച് ആയി. ഇപ്പൊ ടോട്ടൽ എത്ര ആൽഫ എച്ച് ഉണ്ട്? 3ഉം 2ഉം 1ഉം. ടോട്ടൽ 6 ആൽഫ എച്ച് ഉണ്ട്. റാഡിക്കൽ എവിടെയാണെങ്കിലോ ഇതും ടേർഷറി തന്നെ അല്ലേ? ഇവിടെ റാഡിക്കൽ ആണെങ്കിലോ അതിന്റെ തൊട്ടടുത്ത് ഇതും കാർബണ, ഇതും കാർബണ, ഇതും കാർബണ. ഇത് CH2 ആ. അപ്പൊ 2 ആൽഫ എച്ച്. ഇതും CH2 ആ. 2 ആൽഫ എച്ച്. ഇത് വെറും CH ആ. 1 ആൽഫ എച്ച്. അപ്പൊ 2ഉം 2ഉം 1ഉം 5 ആൽഫ എച്ചേ ഉള്ളൂ. ഇവിടെ റാഡിക്കൽ ആണെങ്കിൽ 3 2 1 6 ആൽഫ എച്ച് ഉണ്ടായിരുന്നു. ഇവിടെ റാഡിക്കൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ആൽഫ എച്ചേ ഉള്ളൂ. ആരാ മോർ സ്റ്റേബിൾ? 6 ആൽഫ എച്ച് ഉള്ള ടേർഷറിയും 5 ആൽഫ എച്ച് ഉള്ള ടേർഷറി ഉണ്ടെങ്കിൽ 6 ആൽഫ എച്ച് ഉള്ള ടേർഷറി റാഡിക്കൽ ആ മോർ സ്റ്റേബിൾ. അതുകൊണ്ട് ഇതിലുള്ള ഏറ്റവും നല്ല സ്റ്റേബിൾ റാഡിക്കൽ ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ എച്ച് റാഡിക്കൽ ആണ് പോവുക. അപ്പം ഞാൻ പറഞ്ഞ ഭാഗത്തുള്ള എച്ച് റാഡിക്കൽ പോയിട്ട് അങ്ങോട്ട് ആര് വരും? ബ്രോമിൻ റാഡിക്കൽ വരും. ഇതാണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ്. മറ്റവന് മൈനർ ആയിരിക്കും. ചില കുട്ടികൾ വിചാരിക്കും ടേർഷറി, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടേർഷറി റാഡിക്കൽ മോർ സ്റ്റേബിൾ ആണ്. പക്ഷെ ഇവിടെ രണ്ടും ടേർഷറിയാണ്. ആ രണ്ട് ടേർഷറി ഒരേപോലെയുള്ള ആളുമല്ല. ഇത് 5 ആൽഫ എച്ച് ഉള്ള ടേർഷറിയാണ്, ഇത് 6 ആൽഫ എച്ച് ഉള്ള ടേർഷറിയാണ്. അപ്പൊ 6 ആൽഫ എച്ച് ഉള്ള ടേർഷറിയാണ് മോർ സ്റ്റേബിൾ. അതുകൊണ്ട് ഇവിടെയാണ് റാഡിക്കൽ വരാൻ നോക്കുക. അതുകൊണ്ട് ഇവിടുത്തെ എച്ച് റാഡിക്കലാണ് പോവുക. അപ്പോൾ റാഡിക്കൽ ഫോം ചെയ്യും. ആ റാഡിക്കലിലോട്ട് ബ്രോമിൻ റാഡിക്കൽ വന്ന് ബോണ്ട് ഉണ്ടാക്കും. ഇതാണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ് കിട്ടുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ കാര്യമൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ഒന്ന് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് ആക്ച്വലി അപ്ലിക്കേഷൻ ഓഫ് റെസൊണൻസ്. റെസൊണൻസും ഹൈപ്പർ കോഞ്ചുഗേഷൻ ഉണ്ട് ഇവിടെ ആക്ച്വലി കേട്ടോ. രണ്ടിന്റെയും അപ്ലിക്കേഷൻ ബേസ്ഡ് ആയുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം. ചോദ്യം എന്താന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് 3 ആൽക്കീൻ തന്നു. ഇതൊക്കെ ആൽക്കീനാ അല്ലെ? ഡബിൾ ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. ആൽക്കീന് പൊതുവെ നടക്കുന്ന റിയാക്ഷൻ ആണ് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് അഡീഷൻ, അതായത് ഫോർ എക്സാമ്പിൾ HCl ആഡ് ചെയ്യുന്ന റിയാക്ഷൻ, അല്ലെങ്കിൽ HBr ആഡ് ചെയ്യുന്ന റിയാക്ഷൻ, അല്ലെങ്കിൽ വാട്ടറിന് ആഡ് ചെയ്യുന്ന റിയാക്ഷൻ. അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഈ 3 ആൽക്കീൻസിന്റെ അടുത്തോട്ടിനെ വാട്ടറിനെയോ അല്ലെങ്കിൽ HCl-നെയോ അല്ലെങ്കിൽ HI-നെയോ അല്ലെങ്കിൽ HBr-നൊക്കെ ആഡ് ചെയ്തു, ഏത് ആൽക്കീനാണ് നല്ല പോലെ റിയാക്ട് ചെയ്യാന്ന ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആൽക്കീനും HBr-ഉം അല്ലെങ്കിൽ ആൽക്കീനും വാട്ടറും തമ്മിലുള്ള റിയാക്ഷന് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണെന്ന് അറിയണം. ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷന്റെ ഇന്റർമീഡിയറ്റ് കാർബോകേറ്റയോൺ ആണ് എന്നറിയണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സ്റ്റേബിൾ കാർബോകേറ്റോൺ കിട്ടുന്ന രീതിയിലാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യേണ്ടത്. ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്താലും പ്രശ്നമില്ല, ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്താലും പ്രശ്നമില്ല, കാരണം സിമെട്രിക്കാണ്. തൽക്കാലം ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്തെന്ന് വിചാരിക്കും, അങ്ങനെ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. അതും ഇതെന്ത് കാർബോകേറ്റോൺ? സെക്കൻഡറിയാ. ഇങ്ങോട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഇവിടെ പോസിറ്റീവ് വരും, അതും സെക്കൻഡറി. അതുകൊണ്ട് രണ്ടും ഒരേ സെക്കൻഡറി, അതുകൊണ്ട് പ്രശ്നമല്ല. ഈ ബോണ്ട് മക്കൾ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യൂല, കാരണം ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്താൽ ഇവിടെ പ്ലസ് കിട്ടും, അത് സെക്കൻഡറിയാ. തിരിച്ച് ഇങ്ങോട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്താലോ, ഇലക്ട്രോൺ പോയ ഭാഗത്ത്, ബോണ്ട് ബ്രേക്ക് ചെയ്ത ഭാഗത്ത്, അതായത് എവിടുന്നാണ് ഇലക്ട്രോൺ പോയത് അവിടെയാണ് പ്ലസ് വരിക. ഇത് ടേർഷറിയാ. ടേർഷറി കാർബോകേറ്റോൺ സെക്കൻഡറിയേക്കാളും സ്റ്റേബിൾ അല്ലേ? അതുകൊണ്ട് ബോണ്ട് ഈ സൈഡിലോട്ടേ ബ്രേക്ക് ചെയ്യുള്ളൂ, മുകളിലോട്ടേ ബ്രേക്ക് ചെയ്യുള്ളൂ, ഇവിടെ പ്ലസ് വരും. അപ്പൊ ടേർഷറി കാർബോകേറ്റോൺ കിട്ടും. ഇവിടെ ബോണ്ട് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തു, അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ഒരു കാർബോകേറ്റോൺ കിട്ടും. ഇവിടെ കാർബോകേറ്റോൺ വന്നാലുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് സെക്കൻഡറി കാർബോകേറ്റോണാ, ഇത് ടേർഷറി കാർബോകേറ്റോണാ. ഇത് ആക്ച്വലി ഈ കാർബണിന്റെ അടുത്ത് മുകളിലോട്ട് ഒരു കാർബൺ മാത്രമേ ഉള്ളൂ, ബാക്കി ഇത് ഓക്സിജനാ. അതുകൊണ്ട് നമുക്ക് ഇതിനെ പ്രൈമറി കാർബോകേറ്റോൺ ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ പൊതുവെ പഠിച്ചത് ഏത് കാർബോകേറ്റോൺ മോർ സ്റ്റേബിൾ? ടേർഷറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി എന്ന. പക്ഷെ ഇവിടെ ഈ പ്രൈമറി കാർബോകേറ്റോൺ നല്ല ഹൈലി സ്റ്റേബിളാ. അതെന്തുകൊണ്ടാ? അത് എന്തുകൊണ്ടാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഓക്സിജന്റെ അവസാന ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഈ ഓരോ ഓക്സിജന്റെ അവസാന ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. 1 2 3 4 5 6.
ഈ ഇലക്ട്രോൺ വെച്ചിട്ടാണ് ഇയാൾ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കി, ഈ ഇലക്ട്രോൺ വെച്ചിട്ടാണ് ഇയാൾ ഇവിടെ ബോണ്ട് ഉണ്ടാക്കി. അപ്പൊ ബാക്കി അവിടെ എന്തുണ്ട്? 2 ലോൺ പെയർ ഉണ്ട്. അപ്പം ഈ പോസിറ്റീവ് ചാർജിന്റെ തൊട്ടടുത്തുള്ള ആറ്റത്തിന്റെ അടുത്ത് ലോൺ പെയർ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. ഇതെന്ത് സിസ്റ്റം നോക്കിക്കേ, ലോൺ പെയർ സിഗ്മ പ്ലസ്. എടാ ലോൺ പെയർ സിഗ്മ പ്ലസ് കോൺജുഗേറ്റഡ് ആ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ലോൺ പെയർ സിഗ്മ പ്ലസ് കണ്ടാൽ ഉറപ്പിച്ചോ, ലോൺ പെയർ മീൻസ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാ, പോസിറ്റീവ് ചാർജ് മീൻസ് ഇലക്ട്രോൺ കുറവാ. അപ്പൊ ഇലക്ട്രോൺ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് ഇലക്ട്രോൺ കുറവുള്ള ഭാഗത്തോട്ട് ഇലക്ട്രോണിന് ഷിഫ്റ്റിംഗ് നടക്കും, റെസൊണൻസ് നടക്കും ഉറപ്പാ. ഓക്കെ, അതുകൊണ്ട് ഈ പോസിറ്റീവ് ചാർജിന് ഈ ഓക്സിജന്റെ ലോൺ പെയർ വഴി ഇലക്ട്രോൺ അവൈലബിൾ ആവുന്നുണ്ട്. ഇവിടെ റെസൊണൻസ് പോസിബിൾ ആ, പോസിറ്റീവ് ചാർജിന് റെസൊണൻസ് വഴി ഇലക്ട്രോൺ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് പ്രൈമറി ആണെങ്കിൽ പോലും ഇയാളെക്കാളൊക്കെ സ്റ്റേബിൾ ഈ കാർബോക്കേറ്റോൺ ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏത് റിയാക്ഷന്റെയും റേറ്റ് അതിന്റെ ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചാണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ്. ഇവിടെ ഈ റിയാക്ഷന്റെ ഇത് HCl ആഡ് ചെയ്യുന്ന HBr ആഡ് ചെയ്യുന്ന ഈ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷന്റെ ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആയതുകൊണ്ട് ഈ റിയാക്ഷന്റെ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷന്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ? സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ആണ്. അതുകൊണ്ട് ഇയാളാണ് ഇതിൽ ഏറ്റവും നല്ല സ്റ്റേബിൾ. അതുകൊണ്ട് ഇയാൾക്കായിരിക്കും ഇലക്ട്രോഫിലിക് അഡീഷൻ നല്ലപോലെ നടക്കുക. അപ്പൊ ഇത് C ആണെങ്കിൽ Cക്ക് നല്ലപോലെ നടക്കുക. ഇത് രണ്ടും ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്, ഇത് ടെർഷറി കാർബോകാറ്റയോൺ ആണ്. നമുക്കറിയാം സെക്കൻഡറി കാർബോകാറ്റയോണേക്കാളും സ്റ്റേബിൾ ടെർഷറി ആയതുകൊണ്ട് പിന്നെ നടക്കുക ഈ ആർക്കാ? Bക്കാണ്, പിന്നെയാണ് Aക്ക് നടക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, കാർബോകാറ്റയോണിന്റെ തൊട്ടടുത്തുള്ള ആറ്റത്തിന്റെ അടുത്തൊക്കെ ലോൺ പെയർ ഉണ്ടെങ്കിൽ ആ കാർബോകാറ്റയോൺ എക്സെപ്ഷനലി ഹൈലി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഇയാളാണ് ഏറ്റവും നല്ല സ്റ്റേബിൾ കാർബോകാറ്റയോൺ തരുന്നത്. അതുകൊണ്ട് ഇയാൾക്കായിരിക്കും ഇലക്ട്രോഫിലിക് അഡീഷൻ നല്ലപോലെ നടക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ ബൈ ഹാർട്ട് ചെയ്തുകൊണ്ട് ഒരാൾക്ക് കാര്യമില്ല. ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ ഇന്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആണെന്ന് അറിയണം. അപ്പൊ നിങ്ങൾ ഇതിലുള്ള ഏറ്റവും ബെസ്റ്റ് കാർബോകാറ്റയോൺ എഴുതി വെക്കുക. സെക്കൻഡറി, ഇത് ടെർഷറി, ഇത് പ്രൈമറി ആണ്. ഈ പ്രൈമറി ഹൈലി സ്റ്റേബിൾ ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ആ പ്രൈമറി കാർബോകാറ്റയോൺ തൊട്ടടുത്തുള്ള ആറ്റത്തിന്റെ അടുത്ത് ലോൺ പെയർ ഉണ്ടായതുകൊണ്ട്, ലോൺ പെയർ സിഗ്മ പ്ലസ് ആയതുകൊണ്ട്, കോൺജുഗേറ്റ് ആയതുകൊണ്ട് ആ ലോൺ പെയർ പോസിറ്റീവ് ചാർജിലോട്ട് പെട്ടെന്ന് ഡീലോക്കലൈസ് ചെയ്യും. പോസിറ്റീവ് ചാർജിന് ഇലക്ട്രോൺ അവൈലബിൾ ആകും, പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കുറയും, സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി. ചോദ്യം എന്താന്ന് വെച്ചാൽ, ഞാൻ 4 ബെൻസീൻ റിങ് വരച്ചിട്ടുണ്ട്, അതിന് മുകളിൽ കുറച്ച് ആൾക്കാരെയും കൊടുത്തിട്ടുണ്ട്. ഏത് ബെൻസീൻ റിംഗ് ആണ് ഏറ്റവും നല്ല ഇലക്ട്രോൺ റിച്ച് ആയ ബെൻസീൻ എന്നാ ചോദ്യം. നമ്മൾ പഠിച്ചത് ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം ഇതെല്ലാം sp3 കാർബൺ അല്ലെ. ഇവിടെ 4 sp3 കാർബൺ ഉണ്ട്, ഇവിടെ 1 2 3 3 ഉള്ളൂ, ഇവിടെ 2 sp3 കാർബൺ, ഇവിടെ ഒറ്റ sp3 കാർബണേ ഉള്ളൂ. അപ്പൊ sp3 കാർബൺ പൊതുവെ പ്ലസ് ഐ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇവിടെ കൂടുതൽ പ്ലസ് ഐ ഗ്രൂപ്പ് ഉള്ളത് ഇയാളായതുകൊണ്ട് ഇയാളാണ് ഈ പ്ലസ് ഐ ഏറ്റവും കൂടുതൽ ഇയാൾക്കാണ്. അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രം പഠിച്ചൊരു കുട്ടി പറയും ഇയാൾക്കല്ലേ പ്ലസ് ഐ കൂടുതൽ, അതുകൊണ്ട് ഇയാളല്ലേ താഴോട്ട് നല്ലപോലെ ഇലക്ട്രോൺ പുഷ് ചെയ്യുക, അതുകൊണ്ട് ഇയാളായിരിക്കും നല്ല റിച്ച് ആയ ബെൻസീൻ, ഇലക്ട്രോൺ റിച്ച് ആയ ബെൻസീൻ എന്ന് പറയും. പക്ഷേ നിങ്ങൾ ഹൈപ്പർ കോൺജുഗേഷൻ പഠിച്ചിട്ടുണ്ട്. ഇൻഡക്റ്റീവ് എഫക്റ്റ് വളരെ വീക്ക് എഫക്റ്റും, ഹൈപ്പർ കോൺജുഗേഷൻ ഇൻഡക്റ്റീവിനേക്കാളും പവർഫുൾ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. മക്കൾ നോക്കിക്കേ, നിങ്ങൾ ആൽക്കീന്റെ ഹൈപ്പർ കോൺജുഗേഷൻ പഠിച്ച ആൾക്കാരല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ ഇത് CH3, ഇത് കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ ഡബിൾ ബോണ്ട് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2. ഈ കാർബൺ ഡബിൾ ബോണ്ട് കാർബണിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് H ഉണ്ടെങ്കിൽ ആ CH ബോണ്ടത്തെ ഇലക്ട്രോണും ഈ അൺസാച്ചുറേറ്റഡ് സിസ്റ്റത്തിലോട്ട് ഡീലോക്കലൈസ്ഡ് ആകുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൽക്കീന്റെ ഹൈപ്പർ കോൺജുഗേഷൻ എങ്ങനെയാ? ഇതൊരു ആൽക്കീനാണ്, അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആണ്. ആ അൺസാച്ചുറേറ്റഡ് സിസ്റ്റത്തിലോട്ട് അതിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ സിഗ്മ ബോണ്ടിലുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡീലോക്കലൈസ്ഡ് ആകുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പർ കോൺജുഗേഷൻ ഓഫ് ആൽക്കീനിൽ. അങ്ങനെ ആലോചിച്ച് നോക്കിക്കേ, ഇത് കാർബൺ ഡബിൾ ബോണ്ട് കാർബണാ, അതിന് തൊട്ടടുത്തുള്ള കാർബൺ ഇതാണ്, ഇവിടെ 3 ആൽഫ H ഉണ്ട്. ഇത് കാർബൺ ഡബിൾ ബോണ്ട് കാർബണാ, അതിന് തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് 2 ആൽഫ H ഉള്ളൂ. ഇത് കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, അതിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് 1 ആൽഫ H ഉള്ളൂ. ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, അതിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് 1 ആൽഫ H പോലും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ ആക്ച്വലി ഇയാൾക്കാ കൂടുതൽ നടക്കുക. കാർബൺ ഡബിൾ ബോണ്ട് കാർബണിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് എത്രത്തോളം ഹൈഡ്രജൻ കൂടുന്നുണ്ടോ അത്രത്തോളം ഹൈപ്പർ കോൺജുഗേഷൻ കൂടും. അപ്പൊ ഇവിടെ 3 ആൽഫ H ഉണ്ടായതുകൊണ്ട് ഇവിടെ 3 CH സിഗ്മ ബോണ്ടുകൾ ഉണ്ട്.
ആ 3 CH ബോണ്ടത്തെ സിഗ്മ ബോണ്ടുകളും പൊട്ടിയിട്ട് ആ ഇലക്ട്രോൺ എങ്ങോട്ട് വരാം? ബെൻസീനിലോട്ട് വരാം. ഇവിടെ 2 CH ബോണ്ട് പൊട്ടിയിട്ടേ വരുന്നുള്ളൂ. ഇവിടെ 1 CH ബോണ്ട് പൊട്ടിയിട്ടേ വരുന്നുള്ളൂ. ഇവിടെ ഇയാൾക്ക് ഹൈപ്പർ കോൺജുഗേഷൻ തന്നെ ഇല്ല. ഇവിടെ ഒരു CH ബോണ്ട് പോലും ഇല്ല. അതുകൊണ്ട് ഇവിടെ താഴോട്ട് ഹൈപ്പർ കോൺജുഗേഷൻ വഴി ഇലക്ട്രോൺ കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ വഴി ഇയാളാണ് നല്ല പോലെ താഴോട്ട് കൊടുക്കുന്നത്. ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ചിട്ട് ഇവിടെ കുറെ sp3 കാർബൺ ഉണ്ടായതുകൊണ്ട് ഇയാളുടെ പ്ലസ് ഇയാളെക്കാളും കൂടുതലാ. അതുകൊണ്ട് ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ചിട്ട് ഇയാളെ താഴോട്ട് നല്ലപോലെ പുഷ് ചെയ്യുന്നത്. ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചിട്ട് ഇയാളെ താഴോട്ട് നല്ലപോലെ ഇലക്ട്രോൺ കൊടുക്കുന്നത്. ഇൻഡക്റ്റീവ് എഫക്റ്റിനേക്കാളും പവർഫുൾ ആരാ? ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. അപ്പൊ നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് നോക്കണ്ട, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് നോക്കിയാൽ മതി. അതുകൊണ്ട് ഈ ബെൻസീൻ റിങ്ങിന് ഹൈപ്പർ കോൺജുഗേഷൻ വഴിയാണ് കൂടുതൽ ഇലക്ട്രോൺ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ബെൻസീൻ റിംഗ് ആണ് ഏറ്റവും നല്ല റിച്ച് ആയ ബെൻസീൻ റിംഗ്, ഇലക്ട്രോൺ റിച്ച് ആയ ബെൻസീൻ റിംഗ്. അതുകൊണ്ട് ഡി, പിന്നെ സി, പിന്നെ ബി, പിന്നെ എ. ഇവിടെ 3 ആൽഫാച്ച്, ഇവിടെ 2 എണ്ണം, ഇവിടെ 1, ഇവിടെ ഒറ്റൊന്നുമില്ല. ഓക്കെ, അടുത്ത ഇതിന്റെ കൂടെ തന്നെ ചോദ്യമാണ്, ഇതിൽ ഏത് ബെൻസീൻ റിങ്ങിന്റെ അടുത്തോട്ടാണ് പെട്ടെന്ന് ഇലക്ട്രോഫൈൽ വരിക? ഇതാണ് ബെൻസീൻ റിങ്ങിലോട്ട് ഒരു ഇലക്ട്രോഫൈൽ വരുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരാ. ബെൻസീൻ റിങ്ങിലുള്ള H+ പോവും, അങ്ങോട്ട് Cl+, NO2+, അങ്ങനത്തെ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ ആ റിയാക്ഷന്റെ പേരാ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഏത് ബെൻസീൻ റിങ്ങിലോട്ടാ പെട്ടെന്ന് ഇലക്ട്രോഫൈൽ വരിക? ഇലക്ട്രോഫൈൽ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ അന്വേഷിച്ച് വരിക. അപ്പൊ ഇലക്ട്രോൺസിന് ഇഷ്ടമുള്ള ഇലക്ട്രോഫൈലുകൾ വരണമെന്നുണ്ടെങ്കിൽ ഏത് ബെൻസീനിലോട്ടാണ് വരുന്നത്? അയാളുടെ അടുത്ത് കുറെ ഇലക്ട്രോണുകൾ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഹൈപ്പർ കോൺജുഗേഷൻ വഴി ഇയാളാണ് കൂടുതൽ താഴോട്ട് ഇലക്ട്രോൺ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇയാളാണ് ഏറ്റവും നല്ല ഇലക്ട്രോൺ റിച്ച് ആയ ബെൻസീൻ. ഇലക്ട്രോൺ കുറെ ഉള്ള ബെൻസീന്റെ അടുത്തോട്ടാണ് ഇലക്ട്രോഫൈലുകൾ വരിക. അതുകൊണ്ട് ഏത് ബെൻസീന്റെ അടുത്താണ് കുറെ ഇലക്ട്രോൺ ഉള്ളത് അങ്ങോട്ടാണ് പെട്ടെന്ന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക. അതുകൊണ്ട് ഇലക്ട്രോൺ റിച്ച്നെസ് ഓഫ് ദി ബെൻസീന്റെ സെയിം ഓർഡർ തന്നെയായിരിക്കും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ ഓർഡർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം 2-3 ഒരു കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല കൺസെപ്ച്വലി അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. നല്ലപോലെ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ എന്ത് ചെയ്യുക, കടന്നു പോവുക. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കുക. നല്ലപോലെ പഠിക്കുക. ബാക്കിയുള്ള കുട്ടികൾക്കും ഒന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. അതുവരെ